ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ് നമ്മളുടെ ഈ വട്ടൂരികൾക്ക് പറ്റിയിരിക്കുന്നത്? ഇവരിങ്ങനെ എന്തൊക്കെയോ ചലച്ചുകൊണ്ട് നടക്കുന്നത്. ഇബ്നു തൈമിയയെ പറ്റിയാണ്ട് പറയുന്നത് നമ്മളൊന്ന് കേട്ടു നോക്കി. ആദ്യം കുറിച്ച് ആരും ഒന്നും പറയണ്ട. ഇബ്നു തൈമിയ അയാൾ വലിയ പണ്ഡിതനാണ്. അയാൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ എല്ലാത്തിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഇബ്നു തൈമിയ എല്ലാറ്റിനും തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ആരാ പറയണത്? നമ്മളെ കുരുവട്ടൂരി രണ്ടാം ഖലീഫ പമ്പൈസാണ് ഈ പറയുന്നത്. ഇനി നമ്മളെ നൗസൂൻ എന്താണ് ഇബ്നു തൈമിയയെ പറയാനുള്ളത്? നൗസൂൻ എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ അക്കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതരായി, സംശയമില്ല. അദ്ദേഹത്തിന്റെ രചനകൾ അതിന് സാക്ഷിയാണ്. ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൽമുകളെ പുകഴ്ത്താതെ ആരും കഴിഞ്ഞുപോയിട്ടില്ല. എങ്ങനെ ഇബ്നു തൈമിയയുടെ ഇൽമിനെ പുകഴ്ത്താതെ, ഇൽമുകളെ പുകഴ്ത്താതെ ഒരു പണ്ഡിതനും കഴിഞ്ഞു പോയിട്ടില്ല. പൂർവികരായ ഒരാളും ഇബ്നു തൈമിയയുടെ ഇൽമിനെ പുകഴ്ത്താതെ കഴിഞ്ഞു പോയിട്ടില്ല. ആരാ പറയണത്? നമ്മളെ നൗഷാദ് കുരുവട്ടൂരി ഒന്നാം ഖലീഫ. അതേ സമയത്ത് നോക്കൂ, ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ. കേൾക്കണില്ലേ? ലോകത്തറിയപ്പെട്ടൊരു പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് വേറൊരു വിഷയം കൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി കൊണ്ടാണ്. ഇൽമൊക്കെ എടുത്തു വെച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ ആലിമ് കൂടിയാൽ പതിയാകൂല. എങ്ങനെ? ഇബ്നു തൈമിയയുടെ ഇൽമ് കേരളത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളും കൂടിയാലും മതിയാകൂല. അത്രയും വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു ആര്? ഇബ്നു തൈമിയ. വഹാബികളുടെ നേതാവിനെ സംബന്ധിച്ചാണ് വട്ടൂരികളായ ഈ വൃത്തികെട്ടവൻ പറയുന്നത്. കിടക്കുന്ന എല്ലാ ഫന്നിലും ആണ്ട് പൂണ്ട് പിടിച്ച ഇൽമയാൾക്കുണ്ട്. ഇബ്നു തൈമിയയ്ക്ക് പാണ്ഡിത്യല്ലെന്ന് ആരും പറയില്ല. അയാൾ രചിച്ച കിതാബുകൾ എത്ര ആഴമുള്ളതാണ്, അയാൾ പറഞ്ഞ അറിവുകൾ എത്രത്തോളം മനോഹരണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കേട്ടില്ല നിങ്ങൾ പറഞ്ഞത്? നൗഷാദ് പറഞ്ഞതും കേട്ടു, പമ്പൈസ് പറഞ്ഞതും കേട്ടു. ഇബ്നു തൈമിയ ആരാണ് എന്ന്. ഇവരുടെ വാദപ്രകാരം ഇബ്നു തൈമിയ ലോകപ്രശസ്ത പണ്ഡിതനാണ്. മാത്രമല്ല ഇബ്നു തൈമിയയുടെ ഇൽമും ഈ കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരുടെ ഇൽമും ചേർത്ത് നോക്കിയാൽ ഇബ്നു തൈമിയയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ആണ്ട് വീണ്ട് പിടിച്ച ഇൽമ് ഇബ്നു തൈമിയക്ക് ഉണ്ട്. ഇബ്നു തൈമിയ അത്രയും വലിയ മഹാനാണ് എന്ന് പറഞ്ഞ കാട്ടുവളപ്പിൽ നൗഷാദ്, എന്ന് പറഞ്ഞ പമ്പൈസ്, ഇവരാണ് ഇബ്നു തൈമിയ വലിയ നേതാവാണ് എന്ന് പറഞ്ഞത്. ഇപ്പോ ഇബ്നു തൈമിയയെ പേരോട് ഉസ്താദ് ഏതോ ഒരു സ്ഥലത്ത് ഒരു വാക്കിൽ ഇബ്നു തൈമിയയുടെ ഒരു വിഷയം എടുത്തുദ്ധരിച്ചപ്പോൾ ആ ഇബ്നു തൈമിയയെ എത്രമാത്രം മോശമാക്കി അവർ പിന്നീട്. ഇബ്നു തൈമിയ ഞങ്ങൾക്ക് പണ്ടേ മോശക്കാരനാ. ഇബ്നു തൈമിയ വഹാബി ആശയമുള്ളയാളാ. ഇബ്നു തൈമിയെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞവനാ. പക്ഷേ ഇബ്നു തൈമിയ പാണ്ഡിത്യമുണ്ട് എന്നുള്ളൊരു വിഷയം, ഒരു വാക്ക് പേരോട് ഉസ്താദിൻ്റെ തൊള്ളയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് പിന്നീട് ആ ഇബ്നു തൈമിയയെ ഇവർ പറയാത്തതൊന്നുമില്ല. ഞങ്ങൾ പണ്ടേ പറയുന്നു ഇബ്നു തൈമിയ വഹാബിയാണ് എന്ന്. ആ സമയത്ത് ഇബ്നു തൈമിയ വഹാബിയാണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അത് വെളുപ്പിക്കാൻ വേണ്ടി ഇബ്നു തൈമിയക്കാണ് ഏറ്റവും വലിയ ഇൽമ് എന്നും ഏറ്റവും വലിയ അറിവ് എന്നും എല്ലാ ഫന്നിലും കൈവുണ്ട് എന്നും പരസ്യമായി പ്രസംഗിച്ച വേട്ടുവമാർ ഇതാ തിരുത്തി പറയുന്നു. ഒന്ന് കേട്ടു നോക്കൂ പ്രിയപ്പെട്ടവരെ. എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ. നിലപാട് പോയ ഒരു നിലപാടുമില്ലാതെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പഴച്ച വിഭാഗക്കാരെ കേട്ടോളൂ.
ഓ കാട്ടുകള്ള, മനസ്സിലാകുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പിഴച്ച വിഭാഗം ആരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കുരുവട്ടൂരി കൗമ് തന്നെ വഹാബികൾക്ക് ഉസ്താദായി പരിഹരിക്കാൻ, ഉസ്താദായി സ്വീകരിക്കാൻ കുരുവട്ടൂരികളെ പറ്റും കേട്ടോ. പറയാം ബാക്കി. വൽഹാസിൽ, ചുരുക്കി പറഞ്ഞാൽ, ഇജ്ജ് ചുരുക്കാൻ നിൽക്കണ്ട, നല്ലോണം കൂട്ടിയിട്ട് തന്നെ പറയാ. ചുരുക്കല്ലേ, ചുരുക്കാതെ കൂട്ടി പറയ്. അല്ലാ യുഖാമലി കലാമിഹി വസുനുൻ. ഇബ്നു തൈമിയുടെ വാക്കിന് ഒരു പണത്തൂക്കത്തിന്റെ വില പോലുമില്ല. ബൽ യുർമാ ഫീ കുല്ലി വഅരിൻ വഹസൻ. അയാളെ വാദങ്ങളെ, അയാളെ വാക്കുകളെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയണം. ഇവൻ ആദ്യം ഇബ്നു തൈമിയെ പറ്റി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? കേട്ടോളി, ഒന്നും കൂടി കേട്ടോളിയും. ഇബ്നു തൈമിയ അക്കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതരായി, സംശയമില്ല. അദ്ദേഹത്തിന്റെ രചനകൾ അതിന് സാക്ഷിയാണ്. ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൽമുകളെ പുകഴ്ത്താതെ ആരും കഴിഞ്ഞുപോയിട്ടില്ല. ഇപ്പൊ ഇവൻ പിഴച്ചു എന്ന് പറഞ്ഞ് കിതാബ് വായിക്കുന്ന ആളെ സംബന്ധിച്ചാണ് നൗഷാദ് മുന്നേ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇൽമുകളെ പുകഴ്ത്താതെ ഒരാളും കഴിഞ്ഞു പോയിട്ടില്ല. വലിയ പണ്ഡിതനും ഫിഖുവുമായിരുന്നു അദ്ദേഹം. പറയട്ടെ, ഇനി ബാക്കി പറയട്ടെ. ബാക്കി ഇനിയാ ശ്രദ്ധിക്കണ്ടി. അയാളിൽ വിശ്വസിക്കണം, വിശ്വസിച്ചോളണം. അങ്ങനെ വിടാൻ പറ്റൂല. നമ്മൾ അഭിപ്രായം പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ കുറിച്ച് വിശ്വസിക്കണം. അന്നഹു ഇബ്നു തൈമിയ മുബ്തദിഉൻ, പേച്ചുവയാളാണ്. കണ്ടോ എടോ എന്നോ ഞങ്ങൾ പറയുന്നതാണ്. പിഴച്ചാളുമാണ്, പേപ്പിക്കുന്ന ആളുമാണ് എന്ന് ഞങ്ങളെന്നോ പറയുന്നുണ്ട്. ഇജിപ്പോഴേത് കാണുന്നുള്ളൂല്ലേ? ഇതിൻ്റെ മുന്നേ ചന്തേ പറഞ്ഞത് ഇബ്നു തൈമിയ വലിയ മഹാനാണ്, ഏറ്റവും കഴിവുള്ളയാളാണ്, ഏറ്റവും വലിയ ഫിഖ് ആണ്, ഏറ്റവും വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനാണെന്ന് പരസ്യമായി പറഞ്ഞു. ഇപ്പോൾ ഇവന് തിരിഞ്ഞു. പേരോട് ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ തിരിഞ്ഞു. ഇപ്പോൾ അവൻ മറിച്ചു പറയൽ തുടങ്ങി. മുബ്തദിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയാണ് വഴിപഴച്ച ആളാണ്, വഴി പഴപ്പിക്കുന്ന ആളാണ്. എടാ കുഞ്ഞാപ്പോ, ഇതിപ്പോ കാണുന്നുള്ളൂ. ഞങ്ങളെ നേതാക്കന്മാർ എത്ര കാലായി ഈ ഇബ്നു തൈമിയ ലാലും മുദില്ലും ഒക്കെയാണ് എന്ന് ഞങ്ങളെ നേതാക്കന്മാർ പറയണേ. അതൊക്കെ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ കിതാബ് നോക്കി ഞങ്ങളുടെ നേതാക്കന്മാർ പുഷ്പം പോലെ വായിച്ചില്ലടാ ഇതിൻ്റെ മുന്നേ. പക്ഷേ ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഉണ്ടായതുകൊണ്ട് ആ രൂപത്തിലാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത്. എൻ്റെ മാതിരി എടാ പോടാ പേരോടെ പൊന്മളെ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഈ സംസാരിക്കാർ പതിവില്ലാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നണപ്പോൾ ഇത് ഇബ്നു തൈമിയെ ആലമുൽ അർവാഹിലേക്ക് ഉയർത്തിയിരിക്കണമെന്നുള്ളത്. അത് ഞങ്ങൾ പ്രതിപക്ഷ ബഹുമാനം ചെയ്യുമ്പോൾ നിനക്ക് തോന്നുകയാണ്, അത് അങ്ങനെ തോന്നുകയാണ്. അതിന് യാതൊരു മാർഗമല്ല മോനെ. നിനക്കെന്താന്ന് വെച്ചാൽ നിന്റെ കാട്ടുകള്ളനെ അംഗീകരിച്ചില്ലെങ്കിൽ അംഗീകരിക്കാത്തവർ മുഴുവനും വിഡ്ഢികളും പിന്നെ മോശക്കാരുമാണ് എന്നാണ്. ആ അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് നീ എടാ പോടാ APA എന്നൊക്കെ വിളിക്കുന്നത്. അത് എന്നെ കൊണ്ടേ കയ്യുള്ളൂ. ഞങ്ങൾ അങ്ങനല്ല. ഒരു ബഹുമാനവും അച്ചടക്കവും അതവും പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ പറയും. ആ രൂപത്തിലാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യൽ. ഇന്നത്തെ പേരോടിനെ കുറിച്ച് ഇബ്നു ഹജർ പറയുന്ന വാക്കാത്. കിടക്കുന്ന എല്ലാ ഫന്നിലും ആണ്ട് പൂണ്ട് പിടിച്ച ഇൽമ അയാൾക്കുണ്ട്. അപ്പൊ അന്നത്തെ പേരോടാണോ ഇന്നത്തെ കുരുവട്ടൂരികളാണോ? ചിന്തിക്കൂ, അന്നത്തെ പേരോടാണോ ഇന്നത്തെ കുരുവട്ടൂരികളാണോ ഈ വഹാബികൾ, ഈ പിഴച്ചാശയക്കാർ എന്നൊന്ന് ചിന്തിക്കും. ജനങ്ങൾ ചിന്തിക്കണം, കേട്ട് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുടെ 2 പ്രസംഗം കൊടുക്കുന്നത്. ഒരു തുടിയിലും പ്രസംഗിച്ചത് ആലമുൽ അർവാഹിലേക്ക് ഇബ്നു തൈമിയെ ഉയർത്തി, ഒരു തുടിയിലോ പ്രസംഗിച്ചത് ഭൂമിയുടെ അടിഭാഗത്തേക്ക് ഇബ്നു തൈമിയെ താഴ്ത്തി. ഇതൊക്കെ എന്തിനു വേണ്ടിക്കൊണ്ടറിയോ? മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളൊന്ന് കരഞ്ഞു കാണണമെന്ന് പറഞ്ഞതുപോലെ ഈ ഒരു രൂപത്തിലേക്ക് കോട്ടി മാറ്റാൻ വേണ്ടിക്കൊണ്ടാണ് ഇവൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഇവന് കുറച്ച് ശബ്ദവും 4 ആളുമുണ്ട്. മൈക്ക് ഉണ്ടായപ്പോൾ
തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയല്ലേ? ആ പറയാൻ വേണ്ടിക്കൊണ്ട് ഒരുങ്ങിയ വൃത്തികെട്ടവനാണ് ഇവൻ. നമ്മളിത് ശക്തായി പറയുമ്പോ എന്തോ തെറി പറയാന്ന് മനസ്സിലാക്കണ്ട, അതിന്റെ ഗൗരവം കൊണ്ട് പറയല്ലത്. അതേ സമയത്ത് നോക്കൂ, ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ്യ. അതിന്റെ ഗൗരവം മനസ്സിലാണില്ലേ? അതേ സമയത്ത് നോക്കൂ, ലോകത്തറിയപ്പെട്ട പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ്യ. ഗൗരവം മനസ്സിലാണില്ലേ? ബാക്കി പറയടാ. ഇജ ആരേറ്റാ കളിച്ചത്? കാന്തപുരത്തിൻ്റെ മക്കളേറ്റോ? അതിന് മോനെ നീ വളർന്നിട്ടില്ല, എൻ്റെ അമ്മാനെ ഒന്നും കൂടി കെട്ടിച്ചുണ്ടാണ്ടി രുചി. മനസ്സിലായ എനിക്ക്? ഇപ്പൊ എന്തായി? ലാലും മുദില്ലുൻ ജാഹിലുൻ. ആര്? ഇബ്നു തൈമിയ്യ. ലാലാണ്, മുദില്ലാണ്, ജാഹിലാണ്, വിവരം കെട്ടവനാണ്. പേച്ചാളാണ്, പേപ്പിക്കുന്ന ആളാണ്, വിവരം കെട്ടയാളാണ്. മുന്നേ പറഞ്ഞതോ, അദ്ദേഹത്തിനത്ര പാണ്ഡിത്യമുള്ള ഒരാളും ഇന്ന് കേരളത്തിൽ വന്നിട്ടില്ല. അത്രയും വലിയ പണ്ഡിതനായിരുന്നു. കേട്ടില്ലേ? അയാൾക്ക് വലിയ ഇൽമുണ്ട് എന്നല്ലേ നമ്മൾ പറഞ്ഞേ. ഇബ്നു ഹജർ തങ്ങൾ പറയാണ് ജാഹിലാണ് അയാൾ. അയാൾക്ക് വലിയ ഇൽമുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് ഉഷാദേ? ഇജല്ലേ പറഞ്ഞത്? ഒന്ന് കേട്ടോക്കാം. അക്കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതരായി, സംശയമില്ല. അദ്ദേഹത്തിന്റെ രചനകൾ അതിന് സാക്ഷിയാണ്. ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൽമുകളെ പുകഴ്ത്താതെ ആരും കഴിഞ്ഞുപോയിട്ടില്ല. ഇതൊക്കെ പോയി നൗഷാദ് പറയട്ടോ. ഇബ്നു തൈമിയ്യ അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൽമുകളെ പുകഴ്ത്താതെ ഒരാളും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് നൗഷാദ് പറയുന്നു. എന്നാൽ അതേ നൗഷാദ് തന്നെ പറയുന്നു അദ്ദേഹം ജാഹിലാണ്, മുദില്ലാണ്, പിഴച്ചവനാണ്, പിഴപ്പിക്കുന്നവനാണ്. ഇതിലേതാ ശരി നൗഷാദെ? ഇജേ എന്താ ചിങ്ങനെ? അറിയേണ്ടതൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല, അള്ളാഹിനെ കുറിച്ച് തീരെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ് ഖാലിൻ, അതിര് വിട്ട് കടന്ന ആളാണ്. ആമലഹുല്ലാഹു ബിഅദ്ലി, അല്ലാഹു അയാൾക്ക് ശക്തമായ അവന്റെ നീതി നടപ്പാക്കി കൊടുക്കട്ടെ. നോക്കൂ നിങ്ങൾ, വളരെ ശക്തമായ ഭാഷയിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്. പിന്നെയുണ്ട് ഒരുപാട് ഒബിയുൻ, വിഡ്ഢിയാണ് അയാൾ. ഇങ്ങനെ പല വാക്കുകളും പറഞ്ഞ് അയാളെക്കുറിച്ച് അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാണ്. ഇതൊക്കെടാ ഞങ്ങളെ പേരോട് ഉസ്താദ് ഞങ്ങൾക്ക് പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് പറഞ്ഞു തന്ന സമയത്താണ് ഇജ്ജെന്ത് ചെയ്തത്? ഇടപെട്ടുകാണ്ട് ഇബ്നു തൈമിയ്യ വലിയ പണ്ഡിതനാക്കി വെച്ചത്. ഇബ്നു തൈമിയ്യയെ ഇജ പണ്ഡിതനാക്കി വെച്ചത്.